ഇവിടെ നോക്കൂ. ഇപ്പൊ ഈ ചിത്രം ഒന്ന് പരിശോധിക്കുക. നമ്മൾ ഈ മോളിൽ വരച്ചിരിക്കുന്ന ചിത്രം ഉണ്ടല്ലോ, ഐഡിൽ ട്രാൻസ്ഫോമർ ആണ്. ഒരു ഐഡിൽ ട്രാൻസ്ഫോമറിനെ പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പൊ ഈ ഇവിടെ വരച്ചിരിക്കുന്ന ചിത്രത്തിനകത്ത് പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. പ്രൈമറിയിലാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന. പ്രൈമറിയുടെ വൈൻഡിങ് ചുറ്റിരിക്കുന്നു. അപ്പർ സൈഡാണ് സെക്കൻഡറിയുടെ വൈൻഡിങ് നോക്കുക, അവിടെ ലോഡ് കൊടുത്തിട്ടില്ല, ഓപ്പൺ ആണ്. അപ്പോൾ ഐഡിൽ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ സെക്കൻഡറിയിൽ ലോഡ് കൊടുക്കാതെ കിടക്കാണ്. സെക്കൻഡറി ഓപ്പൺ ആണ്. അവിടെ സെക്കൻഡറി ഒന്ന് നോക്കുക, സെക്കൻഡറി ഓപ്പൺ ആണ്. അപ്പം ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഐഡിൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ വേറൊരു കണ്ടീഷൻസ് നോക്കുന്നത്, നമ്മൾ ഐഡിൽ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ അതിന് ലോസസുകൾ ഇല്ലായിരിക്കും. കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ വൈൻഡിങ്ങിനകത്തോടെ ഇലക്ട്രിസിറ്റി വൈൻഡിങ്ങിനകത്തോടെ കടന്നു പോകുമ്പോൾ ചൂടുണ്ടാവും. ഐസ്കോറാസ് ലോസ്, അതിനെ നമ്മൾ ഐസ്കോറാസ് ലോസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് കടന്നു പോകുമ്പോൾ എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സ് കോറിനകത്തോടെ കടന്നു പോകുമ്പോൾ അവിടെ ഹിസ്റ്ററിസിസ് ലോസസ് ഉണ്ടാകും, എഡി കറണ്ട് ലോസസ് ഉണ്ടാകും. അപ്പോൾ ഹിസ്റ്ററിസിസ് ലോസ്, എഡി കറണ്ട് ലോസസ് ഒക്കെ നമ്മുടെ മാഗ്നറ്റിസത്തിനകത്ത് പഠിച്ചതാണ്. അപ്പോൾ ഇനി ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നു നോക്കൂ. An ideal transformer is one in which the resistance of the winding is negligible. റെസിസ്റ്റൻസ് നമ്മൾ നെഗ്ലിജിബിൾ ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. നോ കോർ ലോസ് അവിടെ ഉണ്ടായിരിക്കില്ല. നോ ഐസ്ക്വയറാസ് ലോസ് ഇൻ വൈൻഡിങ്. ആൻഡ് ദ സെക്കൻഡറി ബി ഓപ്പൺ ആയിരിക്കണം. ഇനി അടുത്ത നോക്കൂ. ബട്ട് പ്രാക്ടിക്കൽ കണ്ടീഷൻസ്, എന്നാൽ ഇതൊരു പ്രാക്ടിക്കൽ കണ്ടീഷൻസ് required that certain modifications be made in the forego theory. The practical condition ഇത് ശരിയായിരിക്കില്ല. ഇത് നമ്മൾ പഠിക്കാൻ വേണ്ടി ഐഡിൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് പഠിക്കാൻ വേണ്ടിയുള്ളൊരു മെത്തേഡാണ്. അതിന് ലോസസ് ഒന്നും ഇല്ല എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ പ്രാക്ടിക്കലി ഇതിന് അങ്ങനെ ആയിരിക്കില്ല, അതാണ് അവിടെ പറയുന്നത്. When the actual transformer is put on load, there is iron loss into the core and the copper loss into the windings, both primary and secondary, and these losses are not entirely negligible. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ലോസസുകൾ നമ്മൾ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല എങ്ങനെ ആക്ച്വൽ പ്രാക്ടീസിനകത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ലോസസുകളൊന്നും ഇല്ലാത്തൊരു ട്രാൻസ്ഫോമർ, അതിനെയാണ് നമ്മൾ ഐഡിയൽ ട്രാൻസ്ഫോമർ. ചിലപ്പോൾ ഇത് പരിസ്ഥിതിയാണെന്ന് ചോദിക്കാറ്, എന്താണ് ഈ ഐഡിയൽ ട്രാൻസ്ഫോമർ? ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ സെക്കൻഡറി ഓപ്പൺ, ലോസസുകളൊന്നും ഇല്ലാത്ത ഒരു ട്രാൻസ്ഫോമറെയാണ് ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. കാര്യം വ്യക്തമായെന്ന് വിശ്വസിക്കട്ടെ. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് EMF ഇക്വേഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ. ഒരു ട്രാൻസ്ഫോമറിന്റെ EMF ഇക്വേഷൻ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞാൽ, ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലും സെക്കൻഡറിയിലും ഉണ്ടാകുന്ന വോൾട്ടേജ് എങ്ങനെയാണ്, അതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതിനെയാണ് നമ്മൾ EMF ഇക്വേഷൻസ് ഓഫ് ദ ട്രാൻസ്ഫോമർ. ഈ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി എന്ന് പറയുന്നത് ഇതാണ്, പ്രൈമറി സൈഡ്. സെക്കൻഡറി എന്ന് പറയുന്ന സൈഡ് ഇതാണ്. ഈ പ്രൈമറി വൈൻഡ് ചെയ്തിരിക്കുന്നത് കാണാം. ഇവിടെ പ്രൈമറി കൊടുക്കുന്ന വോൾട്ടേജ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് V1 എന്നാണ്. ഇവിടെ നമ്മൾ V2 ആണ്. ഈ വൈൻഡിങ്ങിൻ്റെ ഇവിടെ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞാൽ ഈ വൈൻഡ് ചെയ്തിരിക്കുന്നത് അത് ഇവിടെ N1, ഇവിടെ N2 എന്ന് സങ്കല്പിക്കുക. അതുപോലെ ഇവിടെ നിന്നുണ്ടാകുന്ന വോൾട്ടേജ് E1 ആണെന്ന് വിചാരിക്കും. E1 ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് E2 എന്നാണ് സങ്കല്പിക്കണം. അപ്പോൾ അങ്ങനെ ഇതിലെ ഇങ്ങനെ കടന്നു പോകുന്നത് ഫ്ലക്സ്, ഇതിൻ്റെ കോറിനകത്തോടെ കടന്നു പോകുന്ന ഫ്ലക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുകയാണ്, അപ്ലൈഡ് വോൾട്ടേജ് കൊടുക്കുകയാണ്, വോൾട്ടേജ് കൊടുക്കുകയാണ്, V1 വോൾട്ടേജ് നമ്മളിവിടെ കൊടുക്കുകയെന്ന് പ്രൈമറി കൊടുക്കുന്ന അതിൻ്റെ ഫ്രീക്വൻസി F ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ അങ്ങനെ അത്രയും നമ്മൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇനി നമുക്ക് നോക്കും. ലെറ്റ് V1 ഈസ് അപ്ലൈഡ് വോൾട്ടേജ് ഓഫ് പ്രൈമറി എന്ന് പറയുന്നതാണ് ഇവിടെയോട്ട് കൊടുക്കുന്ന വോൾട്ടേജ് V1. V2 ഈസ് എ സെക്കൻഡറി വോൾട്ടേജ്, ഇവിടെ നമ്മൾ സെക്കൻഡറി കിട്ടുന്ന വോൾട്ടേജ് അത്. ഇനി RMS വാല്യൂ ഓഫ് ദ EMF പെർ ടേൺസ്, ഇവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ് EMFന്റെ ഓരോ ടേൺസിനുണ്ടാകുന്ന ഇൻഡ്യൂസ് EMF അതാണ് പറയുന്നത്. അത് 1.11 × 4 5 max ആയിരിക്കും. ഇവിടെ ഉണ്ടാകുന്ന ഓരോ ടേംസിലും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് ടേൺസ്
10 ആണെങ്കിൽ അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ ഓരോ നമ്പർ ഓഫ് ടെൻസിലുണ്ടാകുന്ന വോൾട്ടേജ് ആണ് 4.44 max voltage. Now RMS value of the induced EMF into the whole primary winding E1. അപ്പോൾ ഇവിടെ ഈ പ്രൈമറി വൈൻഡിങ് ഉണ്ടാകുന്ന E1 വോൾട്ടേജ്, ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 4.445 max F5 max N1 എന്ന നമ്പർ ഓഫ് ടെൻസ്, ഇവിടുത്തെ നമ്പർ ഓഫ് ടെൻസ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. E1 is equal 4.44 E1 is equal 4.44 F5 max N1. ഇതാണ് ബൈഹാർട്ട് ആക്കേണ്ടത്. ഇത് ഈ ഇക്വേഷനിലേക്ക് വരാനുള്ള മെത്തേഡുകളാണ് മോളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ഇതിനകത്തുള്ള N1 എന്നാണെന്ന് ഇവിടെ എഴുതി. N1 ഈസ് ഈക്വൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി. നമ്പർ ഓഫ് ടേൺസ് ഇവിടെ ചുറ്റ് ഇതിനാണ് നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത്. 5 max മാക്സിമം ഫ്ലക്സ് ഇൻ ദ കോർ വെബർ. അപ്പൊ ഈ കോറിനകത്തൂടെ കടന്നു പോകുന്ന ഫ്ലക്സിന്റെ ആണ് മാക്സിമം ഫ്ലക്സ് എന്ന്. F ഫ്രീക്വൻസി ഓഫ് AC ഇൻപുട്ട്, ഇവിടെ കൊടുക്കുന്ന സപ്ലൈയുടെ ഫ്രീക്വൻസിയാണ് F. അതേപോലെ തന്നെ സിമിലർലി ദ RMS വാല്യൂ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ സെക്കൻഡറി ഈസ്, ഈ സെക്കൻഡറിയിൽ അതുപോലെ ഉണ്ടാകും. ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് അറിയാം, എണ്ണി നോക്കാമെങ്കിൽ അറിയാം. നമ്പർ ഓഫ് ടേൺസ് ഈ ഫ്ലക്സ് തന്നെയാണ് ഇതിനകത്തോടെ വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കി E2 ഈസ് ഈക്വൽ 4.445 max F5 max N2, where N is the number of turns in the secondary. In an ideal transformer, no load, B1 is equal E1, B1 is equal E1 and B2 is equal E2. അതായത് ഇവിടെ കൊടുക്കുന്ന B1 ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന E1 തുല്യമായിരിക്കും. ഇവിടെ കൊടുക്കുന്ന B2 നമുക്കിവിടെ ഉള്ള വോൾട്ടേജ് ഇവിടെ ഉണ്ടാകുന്ന ഈ വൈൻഡിങ് ഉണ്ടാകുന്ന E2 തുല്യമായിരിക്കും. എപ്പോഴാണ്? ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ. അതാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ഫോർമുലയാണ്. E1 is equal 4.445 max F5 max N1. ഇതാണ് നമ്മൾ പ്രധാനപ്പെട്ടത്. സെക്കൻഡ് ഇത് പറഞ്ഞിരിക്കുന്ന E2 is equal 4.445 E2 is equal 4.44 F5 max N2. ഈ രണ്ട് ഫോർമുല ആണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനെയാണ് നമ്മൾ EMF ഇക്വേഷൻസ് ഓഫ് ദ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.